ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ മഹിമയും മധുസൂദനനും ചടങ്ങ് മുടക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്നൊരു സീന് കാണിച്ചിട്ടാണ്. പിന്നെ ഇന്നത്തെ പ്രൊമോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനോട് മധുസൂദനൻ പറയുന്നുണ്ട്, ആ റാസ്കൽ, ആ ഗുണ്ടക്കാരനാണ് ആ ചടങ്ങ് അലങ്കോലപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് അദ്ദേഹത്തോട് കത്തിക്കയറുന്നുണ്ട്. സച്ചിയേട്ടനെ മാത്രം പറയേണ്ട, അങ്കിളും എന്തൊക്കെയാണ് ഏട്ടത്തിയെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തും കട്ട് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ ഭയങ്കര വിഷമത്തിലാണ്. ചടങ്ങ് മുടങ്ങിയിട്ട് വർഷ അവളുടെ വീട്ടിൽ പോയതിൻ്റെ നല്ല വിഷമത്തിലാണ് ചന്ദ്ര ഇരിക്കുന്നത്. എന്നിട്ട് ആ ദേഷ്യമൊക്കെ രേവതിയോട് കാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, രേവതിയോട് ചന്ദ്ര വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. ഇത് എൻ്റെ വീടാണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. അവിടെയും വീട്ടിലും എന്തൊക്കെയോ വാക്ക് തർക്കങ്ങളൊക്കെ നമുക്ക് കാണാം. സച്ചി പറയുന്നുണ്ട്, രേവതി എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയെ പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും ചൂടാവും എന്നൊക്കെ സച്ചി തിരിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് സച്ചിയോട് ഇറങ്ങി പോകാൻ പറയുന്ന സമയത്ത് സച്ചി ശരി ഞാൻ പോകാം എന്ന് പറയുമ്പോൾ ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഓ, സച്ചി പോവാണല്ലോ എന്നാലോചിച്ച് ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ സച്ചി പറയുന്നുണ്ട്, അച്ഛനും കൂടെ വരണം ഞങ്ങളുടെ ഒപ്പം, എന്നാലേ ഞങ്ങൾ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചന്ദ്ര പോവല്ലേ എന്ന് പറയുന്നു ഓടി ചെല്ലണം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കണ്ടറിഞ്ഞ് കാണാം വരും എപ്പിസോഡുകളിൽ എന്താണ് സംഭവിക്കുക, സച്ചി വീട് വിട്ട് പോകുമോ എന്നില്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.